നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ ഫെബ്രുവരി 28 നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗൗരവമായി തുടരുന്നതായി റിപ്പോർട്ടുകൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ, അതും കുറച്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ നടന്നത്. അപ്പോഴൊന്നും തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മൊജ്തബ ഖമേനി ഒരു പൊതുസ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് അദ്ദേഹം ഉടനെ മരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള സാഹചര്യമാണ്. കാരണം അത്രയും ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുന്നത്. അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള ആശങ്കകൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ശക്തമായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമമായ ഇറാൻ വയറാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള രണ്ട് പ്രമുഖ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 നടന്ന US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് മൊജ്തബയുടെ പിതാവും മുൻ പരമോന്നത നേതാവുമായ അയത്തുള്ള അലി ഖമേനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് ശേഷം ഇറാന്റെ മന്ത്രിസഭാ അംഗങ്ങളെയോ മറ്റു മുതിർന്ന നേതാക്കളെയോ നേരിട്ട് കാണാൻ മൊജ്തബ ഖമേനി തയ്യാറായിട്ടില്ല. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് രാജ്യത്തെ ഉയർന്ന ഭരണതലങ്ങളിൽ വൻ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പരക്കാൻ തുടങ്ങിയത്. മൊജ്തബയുടെ ശാരീരിക അവസ്ഥ നിലവിൽ വളരെ മോശമാണെന്നും അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് ഔദ്യോഗിക വാർത്ത ഏതൊരു നിമിഷവും പുറത്തു വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ലെന്നുമാണ് പെസഷ്കിയാൻ ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടം ഇതുവരെ സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ തയ്യാറായിട്ടില്ല. ഇതിനിടെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുള്ളതാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇസ്രായേലി മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് ഇസ്രായേലി മാധ്യമങ്ങളും ഈ വാർത്ത നൽകുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സ്വതന്ത്രവും വ്യക്തവുമായ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പരമോന്നത നേതാവായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പൊതുവേദികളിൽ നിന്നുള്ള മൊജ്തബയുടെ അസാധാരണമായ അപ്രത്യക്ഷമാകലാണ് ഇത്തരം ഒരു സംശയത്തിന് ആക്കം കൂട്ടിയത്. സ്ഥാനമേറ്റതിനു ശേഷം ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ തത്സമയ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു മന്ത്രിസഭാ അംഗത്തെയും കണ്ടിട്ടില്ലെന്ന് ഇറാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ചില അച്ചടിച്ച പ്രസ്താവനകൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക മാത്രമാണ് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന റിപ്പോർട്ടുകൾ മുമ്പ് പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഭരണ നടത്തിപ്പിലുള്ള അദ്ദേഹത്തിന്റെ ശേഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നത്. എന്നാൽ അദ്ദേഹത്തിന് നിസാര പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂവെന്നും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും സജീവമായി ഇടപെടുന്നുണ്ടെന്നാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ മുമ്പ് നൽകിയ വിശദീകരണം. അതേസമയം പരമോന്നത നേതാവുമായുള്ള ആശയവിനിമയം നിലവിൽ ഏറെ പ്രയാസകരമാണ് എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ ഈ ആഴ്ച ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ബലമേകുന്നതായിരുന്നു. ഇതിനിടയിൽ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടും വലിയ ആകാംക്ഷയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ടെഹ്റാനിലെ ഒരു അതീവ രഹസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് പ്രസിഡന്റ് പെസഷ്കിയാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയാണെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. പൂർണ്ണമായും ഇരുട്ടിലായിരുന്ന ഒരു വാഹനത്തിനുള്ളിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയിൽ ആ വ്യക്തിയുടെ മുഖം കാണാൻ പെസഷ്കിയാന് സാധിച്ചിരുന്നില്ല. താൻ കേട്ട ശബ്ദം യഥാർത്ഥത്തിൽ മൊജ്തബ ഖമേനിയുടേത് തന്നെയാണോ എന്ന കാര്യത്തിൽ പിന്നീട് പ്രസിഡന്റ് തന്നെ സംശയം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ഭരണകൂടത്തിനുള്ളിലെ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നു. അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന് ഇറാനിയൻ അധികൃതർ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഇസ്രായേലി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളും അദ്ദേഹത്തെ അടുത്തിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇറാനിയൻ സ്രോതസ്സുകളെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സ്വതന്ത്രമായ തെളിവുകൾ നൽകിയിട്ടില്ല.
ഇസ്രായേൽ സഖ്യവുമായുള്ള കടുത്ത സൈനിക സംഘർഷങ്ങളും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ചർച്ചകളും നിലനിൽക്കുന്ന നിർണായക ഘട്ടത്തിലാണ് ഇറാൻ ഇപ്പോൾ. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം ഇത്രയധികം സമ്മർദ്ദം നേരിടുമ്പോഴും പരമോന്നത നേതാവിനെ കാണാനോ നേരിട്ട് സംസാരിക്കാനോ പ്രസിഡന്റോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ലെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ അമേരിക്കയുമായി ഇസ്രായേലുമായും സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഖമേനിയുടെ പൊതു കാഴ്ചപ്പാടിലെ അഭാവം പ്രാദേശിക അന്തർദേശീയ നിരീക്ഷകർക്കിടയിലും ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ മുമ്പ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം രാജ്യത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം തുടർന്നും മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചത്. ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് ഗുരുതരമായതോ വികലാംഗമായതോ ആയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പാശ്ചാത്യ പ്രതിപക്ഷ രഹസ്യാന്വേഷണ സ്രോതസ്സുകൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് US പ്രസിഡന്റിനോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മുജ്തബ ഖമേനി എവിടെയാണെന്ന് എന്നുള്ളത് താങ്കൾക്ക് അറിയുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട് ഒരു മറുപടി നൽകിയില്ല. അദ്ദേഹം എവിടെയാണെന്ന് തനിക്ക് അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യാം, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള ഒരു മറുപടിയാണ്, ഒഴുക്കമട്ടിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഏതായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ഒരു പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരാളെ വീണ്ടും ആ തലപ്പത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അയാളെ വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതിനായിട്ടാണ് ഇസ്രായേലും അമേരിക്കയും കാത്തിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ മുജ്തബ ഖമേനി ചികിത്സയിലുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.